ഉങ്ക അമ്മ യാര് 1000 തല വാങ്ങിയ അപൂർവ സിന്താമണി. പക്ഷെ ഇവിടെ കിടന്നിങ്ങനെ വഴക്കിട്ട ബിഗ് ബ്രദർ നമ്മളെ പറഞ്ഞു വിടും. அப்படியല്ല சொல்லாத ரீதா. உங்க அண்ணா வந்து பெரிய மில்லனையர். என்ன தமிழ் ஃபிலிம் ஃபீல்டில் மியூசிக் டைரக்டர் ஆகி இன்ட்ரடியூஸ் பண்றதுக்கு அவங்க நினைச்ச பொறுமை. അതെപ്പടി? എൻ ബിഗ് ബ്രദർക്കും സിനിമാക്കും എന്നെ സംബന്ധം? അവർ എക്സ്പോർട്ടർ താനേ. தங்கச்சியோட ஹஸ்பண்டுக்காக அவருக்கே ஒரு படம் ப்ரொடியூஸ் பண்ணலாவே. நல்ல லாபம் கிடைக்கும், பேரும் கிடைக்கும். நான் மியூசிக் டைரக்டர் ஆயிடும். ஜீன்ஸும் டோப்பும் போட்டிக்கிட்டு ஓடி போகலாமா? அது குருவாயூர் சென்னை வண்டியில ஏறி போகலாமா? குக்கு 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 குக்கு. இந்த மாதிரி பாட்டை தான் இப்ப தமிழ் மக்களுக்கு பிடிக்கும். பாட்டு கேட்டதும் தூக்கமே போயிடுச்சா? പോയിടിച്ച്. பாடணுமா? പാട്. ஐயோ எனக்கு தூக்கம் வருது. അയ്യോ. ബാലു, എന്ത് വേണം? നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. എങ്കിലും ഗുരുവായൂരപ്പൻ എന്നെ ശിക്ഷിച്ചു. സ്വന്തം മകന്റെ മുമ്പിൽ അഗതിയായി വന്ന് ഭിക്ഷ ചോദിക്കേണ്ട സ്ഥിതി വരുത്തി. ഗുരുവായൂരപ്പനല്ല, ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു കർത്താവ്. നിങ്ങളെ ശിക്ഷിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത് സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവും കൃഷ്ണനും ഒക്കെ ഒരാൾ തന്നെയല്ലേ മോനെ? ദൈവം ഒന്നല്ലേ ഉള്ളൂ. ഓ, ആ ബോധമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ അന്നപൂർണ എന്നുള്ള പേര് ആലിസ് എന്ന് മാറ്റിയത്? പേര് മാറ്റിയെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഇന്നും ആ പഴയ അന്നപൂർണ തന്നെയാ മോനെ. നിന്നോട് മാത്രമായി എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ 31 വർഷങ്ങളിൽ ഞാൻ നിന്നെ ഓർത്ത് കരയാത്ത ഒരു രാത്രി പോലും ഇല്ല. കള്ളം, പച്ചക്കള്ളം. എന്റെ മുഖത്ത് നോക്കി നാണമില്ലാതെ ഇങ്ങനെ കള്ളം പറഞ്ഞാൽ ഞാൻ ആ നാവ് പിഴുതെടുക്കുമെന്ന് പറയുന്നില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബിന്ദുവിൽ പോലും സ്പർശിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളെ തൊട്ട ആ നിമിഷം ഞാൻ തല പൊട്ടിത്തെറിച്ച് മരിക്കും. അത്രയ്ക്ക് മഹാപാപിയാ നിങ്ങൾ. ഞാൻ ചെയ്ത മുജ്ജന്മ പാപത്തിന്റെ ഫലം എനിക്ക് നിങ്ങളുടെ വയറ്റിൽ കിടക്കേണ്ടി വന്നു. ബാലു, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. സാധാരണ മക്കൾ അമ്മയുടെ പാദങ്ങളിലാണ് വീഴാറ്. ഞാൻ നിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. നിന്നോട് ഞാൻ ചെയ്തു പോയ തെറ്റിന് മാപ്പ് തരും. എനിക്കും എൻ്റെ കുടുംബത്തിനും അഭയം തരും. ഇതാ നോക്കൂ, ഏകാന്തതയിൽ രഹസ്യമായി മകനെ വന്നു കണ്ട് സ്വന്തം കാര്യം പറയാൻ നിങ്ങൾ മഹാഭാരതത്തിലെ കുന്തിദേവിയല്ല, ഞാൻ കർണനുമല്ല. ഞാൻ ചവിട്ടിയാലും അഭിമാനമില്ലാത്ത നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് പോവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോകുന്നു. ബാലു മോനെ, Alice, you are doing your role excellently well. Congratulations. you old fool.
I'm not acting. Yeah, I know. But this is your son's house. Stay on here and help us to stay. Okay? ஐயோ புதுசா மியூசிக். அன்பே போதும் வா. டிஸ்டர்ப் பண்ணாதே ரிதா, நான் ரீ ரெக்கார்டிங் மியூசிக் போட்டுட்டு இருக்கேன். தூங்க வேண்டாமா? தூங்காதே தம்பி தூங்காதே, நீ சோம்பேறி என்ற பேர் வாங்காதே. தூங்காதே தம்பி தூங்காதே. ரிதா, ஷூட்டிங்குக்கு ரொம்ப பொருத்தமான வீடு. ம். நான் மியூசிக் போடுற முதல படத்துல இந்த வீடு வந்து தான் ஆகணும். நீ புதிய பறவை படம் பார்த்திருக்கியா? சிவாஜி கணேசன், சரோஜா தேவி ஹீரோ ஹீரோயினி. டோன்ட் சே ஹீரோயினி, அது தப்பு. ஹீரோயின் என்ன சொல்லணும்? ஹீரோ ஹீரோயின். ஓகே. அந்த படத்தினோட டைரக்டர் தாதா மிராசி, மியூசிக் மெல்லிசை மன்னன் எம்எஸ் விஸ்வநாதன். அதுல லோ ஆங்கிள் கேமரா வச்சு சிவாஜி கணேசன் பாடின ஒரு பாட்டு இருக்கு. அப்பப்பா, என்ன ஷோட்டு, என்ன மியூசிக், என்ன ஆக்டிங். எங்கே நிம்மதி, எங்கே நிம்மதி, அங்கே எனக்கு ஒரு இடம் வேண்டும். எங்கே நிம்மதி. யார் அங்க சத்தம் போடுறது? யாரு டிஸ்டர்ப் பண்ண? 2 பேரும் உள்ள போயிருங்க. எனக்கு லைட் ஆஃப் பண்ணணும். ஆமா. நீங்க பாடுறது பாலு சார் கேட்டீங்கன்னா அந்த ரோட்ல தான் படுக்கிறதுக்கு உங்களுக்கு இடம் கிடைக்கும். அப்படியா? ஆமா. ஐயோ ரோடு வரும். மன்னிச்சிடுங்க. வரும். சரி சரி, கொஞ்ச நாளா தூங்கிட்டு வா. ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ഒരു നിമിഷം നിൽക്കാൻ പോലും അവിടെയുള്ള ദ്വാരപാലകന്മാർ സമ്മതിക്കുമോ? ഗുരുവായൂരപ്പന്റെ വിഗ്രഹം നമ്മൾ ശരിക്കൊന്ന് കാണുന്നതിന് മുൻപ് അവര് പിടിച്ചൊരു തള്ളല്ലേ. ഹോ, തള്ളുമ്പോ വീണ് തല പൊട്ടാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. ദേ എന്നെ തള്ളി മാറ്റി. ആ സത്രത്തിലെ മുറിയിൽ വന്ന് കിടന്ന് ഞാൻ കരഞ്ഞു. ഗുരുവായൂരപ്പ, നിന്റെ നടയിൽ നിൽക്കുന്ന ദേവസ്വം ജീവനക്കാർ നിന്റെ മുഖം ശരിക്കൊന്ന് കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ലല്ലോ. എത്രമാത്രം ക്ലേശിച്ചും കഷ്ടപ്പെട്ടുമാണ് ഞാൻ നിന്നെ കാണാൻ വന്നത് കൃഷ്ണ. എന്നിട്ടും കണ്ണു നിറച്ചൊന്ന് കാണാനും നേരിട്ട് എന്റെ സങ്കടങ്ങൾ ബോധ്യപ്പെടുത്താനും എനിക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞ് ഞാൻ അങ്ങ് കിടന്നുറങ്ങിപ്പോയി. സ്വപ്നമോ സത്യമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്ക് പ്രയാസമാണ്. ജില്ലും ജില്ലും ജില്ലും. എന്താ ചിലമ്പൊലി, അതായത് പാദസ്വരത്തിന്റെ ശബ്ദം. അതിങ്ങനെ അടുത്തടുത്തടുത്തു വരുന്നു. അത് കഴിഞ്ഞപ്പോൾ കേൾക്കാം വേണുനാദം, ആ പുല്ലാങ്കുഴലിന്റെ ശബ്ദം. ഭഗവാനേ, എത്ര മനോഹരം! പിന്നെ കേട്ടത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വിളിയാണ്. കുറൂരമ്മേ, കുറൂരമ്മേ. ഭഗവാനെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഈ ആവണശ്ശേരി രാജമ്മയെ കുറൂരമ്മേ എന്ന് വിളിക്കുന്നു. അപ്പോൾ കണ്ണിൽ തുളച്ചു കയറുന്ന പ്രകാശം എന്റെ മുമ്പിൽ നിൽക്കുന്നു. ആര്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഭഗവാനെ,
ഓർക്കുമ്പോൾ ദേ ഇപ്പോഴും കുളിര് കോരിയിടുന്നു. പീലി തിരുമുടിയും നീല നിറമുള്ള ശരീരവും നെറ്റിയിൽ ഗോപി ചന്ദനക്കുറിയും മാറിൽ തിളങ്ങുന്ന കൗസ്തുഭം, കിലുങ്ങും അരമണി, കാലുകളിൽ പാദസരം. സന്തോഷം കൊണ്ട് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. ആ പാദങ്ങളിൽ താണു വീണ് ഞാൻ ചോദിച്ചു, ഭഗവാനെ, ഗുരുവായൂരപ്പ, അവിടുന്ന് എന്താണ് ഈ രാജമ്മയെ കുറൂരമ്മയെ എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഭഗവാൻ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീയും കുറൂരമ്മയുടെ അവതാരമാണ്. നിന്റെ ഇല്ലത്ത് ഞാൻ വേലക്കാരനായി നിന്നിട്ടില്ലേ, മറന്നുപോയോ? ഇനി എന്നെ കാണാൻ ഗുരുവായൂർക്ക് വരേണ്ട കാര്യമില്ല. കുറൂരമ്മ എവിടെയുണ്ടോ അവിടെ ഈ ഗുരുവായൂരപ്പനും ഉണ്ടായിരിക്കും. ഞാൻ ഞെട്ടി ഉണർന്നു. ഏതായാലും രാജമ്മ ചേച്ചി ഭാഗ്യവതി തന്നെ. അല്ല, രാജമ്മ ചേച്ചി ടി വിയിൽ വരുന്ന സീരിയലൊക്കെ കാണുന്നുണ്ടോ? അതുകൊണ്ടാ ഇത്ര നന്നായിട്ട് പൊളു പറയുന്നത്. രാജമ്മ ചേച്ചി, ചേച്ചി സാക്ഷാ കുറൂരമ്മയാണെന്നല്ലേ പറഞ്ഞത്? സൂക്ഷിച്ചിരുന്നു. ഒരു ദിവസം ഗുരുവായൂരപ്പൻ കുറൂരമ്മ പറയുന്നതെല്ലാം അനുസരിക്കുന്ന പയ്യനായിട്ട് വരും, തീർച്ച. ഓ, വിശ്വസിക്കുന്നവര് വിശ്വസിച്ചാ മതി. ചിലർക്ക് കുശുപ്പ് തോന്നും, എനിക്കറിയാം. വെറുതെ അല്ല, ഓർമ്മയായ കാലം മുതൽ ഞാൻ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ മാത്രമേ പാടാറുള്ളൂ. കൃഷ്ണ കൃഷ്ണ. രാജമ്മ ചേച്ചി തന്നെയല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന്? കുറൂരമ്മയുടെ വീട്ടിൽ പ്രേതം വരുവോ? എടി, പ്രേതത്തെ ഇവിടെ കണ്ടതിന് ശേഷമല്ലേ ഞാൻ ഗുരുവായൂരിൽ പോയത്. ഇപ്പോഴല്ലേ പ്രേതത്തിന് കാര്യം മനസ്സിലായത്. അതുകൊണ്ട് ഇനി വീട്ടിൽ പ്രേതത്തിന്റെ നിഴൽ പോലും വരില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തായാലും ചേച്ചി കുറൂരമ്മയാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം ചേച്ചിയെ പരീക്ഷിക്കാൻ വേഷം മാറി വരും. സൂക്ഷിക്കണം കേട്ടോ. ഭഗവാനെ, ഉണ്ണികൃഷ്ണ, എന്നെ അങ്ങനെയൊന്നും പരീക്ഷിക്കരുതേ. കൃഷ്ണ കൃഷ്ണ.